ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നാം പഠിച്ചത്, അതായത് മിനിഞ്ഞാന്ന്, ഇന്നലെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചില്ല. മിനിഞ്ഞാന്ന് നാം പഠിച്ചത് നാമാന്റെ സൗഖ്യത്തെക്കുറിച്ചാണ്. സെക്കൻഡ് ബുക്ക് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ, അസാധ്യങ്ങളെ സാധ്യങ്ങളാക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം കണ്ടു. അതായത് കുഷ്ഠരോഗത്തിൽ നിന്ന് നാമാൻ സൗഖ്യപ്പെടുന്നതാണ്. അസാധ്യമായിരുന്നൊരു സംഭവത്തെ ദൈവത്താൽ സംഭവ്യമാക്കി മാറ്റി. അത് സംഭവിച്ചു. അവൻ്റെ ശരീരം ശിശുവിൻ്റേതുപോലെയായി, അവൻ്റെ സ്കിൻ ശിശുവിൻ്റേതുപോലെയായി എന്ന് നാം കണ്ടു. അങ്ങനെയൊക്കെ ഒരു മൃദുവായ ശരീരം ലഭിക്കുക, അത് അസാധ്യങ്ങളിൽ ഒന്നാണ്. അത് സാധ്യമാക്കിയത് ദൈവമാണ്. ജീവിക്കുന്ന കർത്താവ്, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യങ്ങളാക്കുന്ന ദൈവമാണ്. നമുക്ക് അസാധ്യ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാടില്ലേ? നമുക്ക് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിക്കുന്ന വചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തന പുസ്തകമാണ്. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 61-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ഒരുപാട് നിലവിളികളുണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് നിലവിളിക്കുന്നവരാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ. അതായത് മനസ്സ് തകർന്നിരിക്കുമ്പോഴത്തേക്കൊക്കെ നമ്മൾ നിലവിളിക്കാറുണ്ട്. ദൈവമേ എന്നറിയാതെയൊക്കെ വിളിച്ചു പോകാറില്ലേ? അപ്പോൾ ഈ വചനം പറയുകയാണ്: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഈ വചനം പഠിക്കണം കേട്ടോ. ഇത് പ്രാർത്ഥനയാക്കി മാറ്റണം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഈ ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് ഏതെങ്കിലും രാജ്യങ്ങളുടെ എഡ്ജല്ല, അല്ലെ അതിൻ്റെ അതിർത്തിയല്ല. നമ്മുടെ നിസ്സഹായാവസ്ഥ, നമ്മൾ എത്തിച്ചേർന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ ഇനിയും താഴോട്ടൊന്നും പോകാനില്ല, ഏറ്റവും അറ്റത്തിൽ നിലയുമെങ്കിൽ ഞാൻ തകർന്നു പോകും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ സാഹചര്യത്തിൽ നിന്ന് കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയാണ്. എൻ്റെ നിലവിളികൾക്ക് ഞാൻ അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഹൃദയം തകർന്ന ഞാൻ അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഇനി അടുത്ത വചനം പറയുകയാണ്: എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങയോട് ഞാൻ പറയുകയാണ്: എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യമാണ്, എന്നെ കൊണ്ട് സാധിക്കുകയില്ല. പക്ഷെ നിന്റെ സഹായത്താൽ ഇത് സാധിക്കും. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങളെ സാധ്യങ്ങളാക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? എഴുതി വയ്ക്ക്: കർത്താവേ, ഇതെൻ്റെ മുന്നിൽ തുറക്കപ്പെടാത്തൊരു വാതിലാണ്, തുറന്നു തരാൻ നിനക്ക് സാധിക്കും. അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചേ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.